ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കേട്ടോ, താനത് എവിടെ പോകുന്നു? കണ്ടൂല ഇതിന്റെ അകത്തേക്ക്. ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് ഗണപതി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലെന്നും ഗണപതി എന്ന് പറയുന്നത് പക്ഷെ നിങ്ങളുടെ ഭാര്യ മിണ്ടാതിരിക്കും. പക്ഷെ ഞാൻ സംസാരിക്കട്ടെ, നീ മിണ്ടാതിരിക്കെ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. ദേഷ്യം വരുന്നുണ്ടോ? പറയടാ, നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ, ഒന്ന് തല്ലി നോക്കടാ. ഞാൻ പറയട്ടെ, ഇയാളുടെ ഭാര്യ കോട്ടയത്തെ അമ്പലത്തിൽ ഇയാൾക്ക് വേണ്ടി എന്നും ഗണപതി ഹോമം നടത്തുക. വന്നിട്ട് ഗണപതി മിത്തല്ല, ഒന്നുമല്ല എന്ന് പറയുന്ന കാപട്യമല്ലേ നിങ്ങളുടെ പാരമ്പര്യം? അതിനപ്പുറത്തൊരു പാരമ്പര്യം നിങ്ങൾക്കില്ല സാർ. ആ പാരമ്പര്യം വെച്ചിട്ടാ നിങ്ങൾ ബാക്കി ആളുകളെ അണക്കുന്നത്. ആ പാരമ്പര്യത്തിന്റെ കാപട്യത്തിന്റെ അഭിമാനം ബി ഗോപാലകൃഷ്ണനില്ല. എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. എൻ്റെ ഭാര്യ ഒരു സ്ഥലത്ത് പോയി ഒരു വഴിപാടിന് ചീട്ടെഴുതി. ആ ചീട്ടെങ്ങനെ RS-കാരുടെ വരുന്നത്? അതിന്റെ രസീത് ദേവസ്വം ബോർഡിലേ ഉള്ളൂ. അമ്പലത്തിൽ കൊണ്ട് ചീട്ടെഴുതിയാൽ അമ്പലത്തിൽ കൊണ്ട് ചീട്ടെഴുതിയാൽ അതിന്റെ കടലാസ് ചീട്ടെഴുതുന്നവർക്കേ ഉള്ളൂ. അതിന്റെ കൗണ്ടർ ഫോയിൽ ദേവസ്വം ബോർഡിലേ ഉള്ളൂ. ഇത് കൂടാതെ കൗണ്ടർ ഫോയില് ബഹുമാനപ്പെട്ട ഇതൊക്കെയല്ലേ ജീവിതം എന്ന് പറയണത്. ജനിക്കണമെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം.